ഹായ്, എല്ലാവർക്കും KP ടേസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ പലതരത്തിലുള്ള പുട്ടുകളും ഉണ്ടാക്കാറുണ്ടല്ലോ. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി പുട്ടായാലോ? ബ്രെഡുകൾ കൊണ്ടാണ് നാം ഇന്ന് പുട്ടുണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 10 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. കോഴിമുട്ട മസാലയാണ് നാം ഇന്ന് പുട്ടിന് തേങ്ങയ്ക്ക് പകരം പുട്ടിലിടുന്നത്. കോഴിമുട്ടയിൽ നമുക്ക് ഉപ്പിട്ട് ഒന്ന് കലക്കി വെക്കാം. 4 കോഴിമുട്ടയാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. കോഴിമുട്ടയുടെ ബീറ്റർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് നല്ലോണം കലക്കിയെടുക്കാം. ശേഷം ഇതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മുട്ടക്കൂട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിക്കാം. ഇതുപോലെ ചെയ്താൽ നമുക്ക് ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കോഴിമുട്ട കിട്ടും. ഇപ്പോൾ ഇത് നമുക്ക് വേണ്ട പോലെ ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞതിന് ശേഷം നമുക്ക് ചട്ടിയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് 2 എണ്ണം എന്നിവ നമുക്ക് ഇതിൽ അരിഞ്ഞ് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് ഒരു മസാല ഉണ്ടാക്കാം. കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ചെറിയ തക്കാളി അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ് ഇതിലേക്കിട്ട് വാട്ടിയെടുക്കാം. കൂടാതെ കുറച്ച് മല്ലിച്ചപ്പും അരിഞ്ഞതും ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ചിക്കി വെച്ച കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി സെറ്റാക്കാം. പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബ്രെഡ് പൊടിച്ചതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. വളരെ ഈസിയായി പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. ഈ മസാലക്കൂട്ടിൽ നിന്നും 2 സ്പൂൺ എടുത്ത് നമുക്ക് ഇതിലേക്കിട്ട് ഒരു 3-4 സ്പൂണ് ബ്രെഡ് പൊടിയും അതിലേക്കിട്ട് വീണ്ടും ഇങ്ങനെ മുട്ടക്കൂട്ട് ബ്രെഡ് പൊടി ഇങ്ങനെ മുകളിലായി ഇട്ടുകൊണ്ട് നമുക്ക് പുട്ട് ചുടാം. വളരെ എളുപ്പത്തിലും വളരെ രുചിയിലും ഉണ്ടാക്കാൻ പറ്റിയ ഈ പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിറയെ മസാലക്കൂട്ട് ഇട്ടാലും പുട്ട് ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് ഇത്ര ചുരുങ്ങിയേ കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ. വെറൈറ്റിയായ ഇത്തരം വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാ. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.